ഇപ്പോൾ നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം വെച്ച് ഇതാ തീ കത്തിച്ചിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ ഒരു കുറച്ച് സ്റ്റീം കയറാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് സ്റ്റീമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഈ ചെമ്പിലേക്ക് ഒരു സ്റ്റാൻഡാണ് ഞാനിങ്ങനെ ഇറക്കിയത്. ഇപ്പോൾ എനിക്ക് ഇഡ്ഡലി പാത്രം കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അതിന് ഇഡ്ഡലി പാത്രം ഇല്ലവർ ഇഡ്ഡലി പാത്രത്തിൽ ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ മൂടി വെച്ച് നമുക്ക് കവർ ചെയ്ത് വെക്കാം. ജസ്റ്റ് ആ വെള്ളം തിളച്ച് ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടി എന്നാൽ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തത് ഏകദേശം ഒരു 100 ഗ്രാമോളം ഡേറ്റ്സാണ് എടുത്തത്. 100 ഗ്രാം ഡേറ്റ്സ്, 2 ചെറിയ പാക്കറ്റ് ബേക്കിംഗ് പൗഡർ, അതേപോലെ 150 ഗ്രാം ബട്ടർ നെയ്യ് തന്നെ എടുത്തത്. 150 ഗ്രാം പഞ്ചസാര, 300 ഗ്രാം ആട്ട, അതുപോലെ 3 മുട്ടയാണ് എടുത്തത്. ഇപ്പോൾ നമുക്കിനി വേണ്ട വെച്ചാൽ ഈത്തപ്പഴവും നമ്മളെ മുട്ടയും പഞ്ചസാരയും എല്ലാം കൂടെ ഒന്ന് മിക്സിയിലെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നല്ല കുഴമ്പ് രൂപത്തിലെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ 3 മുട്ടയാണ്, 3 മുട്ട ഇടുന്നുണ്ട്. അതേപോലെ 150 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. കാരണം 150 ഗ്രാം പഞ്ചസാര, ബാക്കി ഈത്തപ്പഴം ഞാനെടുത്ത് ഈത്തപ്പഴം നല്ല മധുരമുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 150 ഗ്രാം പഞ്ചസാര എടുത്തത് കേട്ടോ. പിന്നെ നമുക്ക് ആ നെയ്യാണ് 150 ഗ്രാം നെയ്യാണ് ഞാൻ എടുത്തത്. കുറച്ച് മെൽട്ടായ റൂം ടെമ്പറേച്ചറിൽ മെൽട്ടായ നെയ്യാണത്. ഇനി ഇതിലേക്ക് 100 ഗ്രാം ഡേറ്റ്സാണ് ഞാൻ എടുത്തത്. നല്ല ഉള്ള ഡേറ്റ്സാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറച്ചെടുത്തിന്. ഇനി മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് 200 ഗ്രാം വരെ പഞ്ചസാര എടുക്കാം. എന്നാലും ഞാൻ ഈ 100 ഗ്രാം ഡേറ്റ്സാണ്, അത് അതിൻ്റെ കുരു കളഞ്ഞതാണ്, അത് ചേർത്ത് നമുക്ക് നല്ല മിക്സ് ചെയ്തിട്ട് അടിച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അടിച്ചെടുത്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഈ പരിവാണ് കണ്ടോ, ഇപ്പോൾ ഇതാണ് നല്ല. അപ്പം ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ വിസ്ക് ഉപയോഗിച്ചാണ് മിക്സ് ആക്കുന്നത്. ഇനി നമുക്ക് ആ 300 ഗ്രാം ആട്ട വൈറ്റ് ഫ്ലവറാണ്, അത് നമുക്ക് കുറച്ചായിട്ട് ഇടാം. കുറച്ചായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 പാക്കറ്റ് ബേക്കിംഗ് പൗഡർ, ഒരു 10 ഗ്രാമിൻ്റെ എടുത്തത് ഞാനത് അതും കൂടി ചെയ്ത് നല്ല വൃത്തിക്ക് മിക്സ് ചെയ്ത് നല്ലോണം വിസ്ക് വെച്ച് നല്ല വൃത്തി, കാരണം ശ്രദ്ധിക്കാം കട്ട പിടിക്കാത്ത വിധത്തിൽ ശ്രദ്ധിക്കാം. കാരണം നല്ല വൃത്തിക്ക് മിക്സ് ആയിട്ടെങ്കിൽ നമ്മളെ ഈ ഫ്ലവറും വൈറ്റ് ഫ്ലവറും ഒക്കെ അത് പിന്നെ ചെറിയ കട്ട പിടിച്ചേക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തരി ആവാൻ പാടില്ല. അതുകൊണ്ട് നല്ല വൃത്തിക്ക് മിക്സാക്കിയിട്ട് തന്നെ ഈ പരുവത്തിലാക്കി എടുക്കണം. നല്ല എല്ലാ കട്ടിയൊക്കെ ഉടച്ചിട്ട് പരുവത്തിൽ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനൊരു ചെറിയ പാത്രം എടുത്തിന്, അതിൽ കുറച്ച് ബട്ടർ പേപ്പർ അടിയിൽ വെച്ചിട്ടുണ്ട്. കാരണം പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചത്. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എല്ലാം ഒരേപോലെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആക്കാം. എനിക്ക് വലിയൊരു പാത്രം കിട്ടിയിട്ടില്ല, ജസ്റ്റ് ചെറിയ പാത്രം കിട്ടിയിട്ടു, അതാണ് ഞാൻ ഇതിലാക്കുന്നത്. ഇഡ്ഡലി പാത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഡ്ഡലി തട്ടിൽ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ തൊട്ടിട്ടൊക്കെ നിങ്ങൾക്ക് ആക്കാൻ പറ്റും. എല്ലാം ഇവിടേക്ക് ആക്കിയിട്ടുണ്ട്. നല്ല നമുക്കിനി ഏതായാലും സ്റ്റീമായിട്ടുണ്ടോ നമ്മൾ നേരത്തെ വെച്ചത്. അപ്പോൾ അത് തുറന്നിട്ട് അതിലേക്ക് മെല്ലെ ഇറക്കി വെക്കാം. സ്റ്റീമുണ്ട് നമുക്ക്. അപ്പോൾ സ്റ്റീമിലേക്ക് പതിയെ നമുക്കിതങ്ങ് ഇറക്കി വെക്കാം. ശ്രദ്ധിക്കണം, ഇഡ്ഡലി പാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ എളുപ്പമായിരിക്കും കേട്ടോ. സ്റ്റാൻഡിലേക്ക് വെള്ളം ഇങ്ങനെ ചെറുങ്ങനെ പോലാവുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മൂടി വെച്ചിട്ട് നല്ല വൃത്തിക്കത് കവർ ചെയ്യാം. അതിന് മൂടി വെച്ച് നമുക്ക് കവർ ചെയ്തിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഏകദേശം ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആവട്ടെ. ഇപ്പോൾ ഏകദേശം ഞാൻ ഒരു 30 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ 30 മിനിറ്റ് കൊണ്ട് ഏകദേശം ആയിട്ടുണ്ട്. നമ്മളെ അടിയിൽ വെള്ളമൊക്കെ വറ്റി ഇനി ആ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ. കളറ് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് ഞാൻ ഈ സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. കുത്തി നോക്കിയാൽ ഒന്നും അതിൽ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയാണ് കേട്ടോ. നല്ല പഞ്ഞി പോലെ ഉണ്ടോ, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കേക്ക് റെഡിയാണ്. ഇനി മെല്ലെ നമുക്കിതെടുത്ത് ആ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. ഏകദേശം 30 മിനിറ്റോളം എടുത്തു കേട്ടോ. ഇതിൽ ഈ ചെറിയ പാത്രത്തിലാക്കാൻ 30 മിനിറ്റ് എടുത്തു. ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ച് വെച്ചാൽ കൊണ്ട് സ്റ്റീമിലായിക്കോട്ട് വെച്ചിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തത്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ആ സ്റ്റാൻഡ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ചെയ്യാം.
അപ്പോൾ നമുക്ക് ഈ പാത്രത്തിൻ്റെ ഉള്ളിൻ്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. പാത്രം ഡ്രൈ ആയിട്ട് അതിൻ്റെ കളർ ചെറുങ്ങനെ മാറിയിട്ടുണ്ട്. കളറ് പാത്രത്തിൻ്റെ ഉള്ളിൽ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് എന്തായാലും നല്ലൊരു കേക്ക് തന്നെ കിട്ടും. നമ്മൾ ഇംഗ്ലീഷ് കേക്ക് മോഡൽ തന്നെ വന്നിട്ടുണ്ട്. കാണാൻ നമ്മളൊരു ഇംഗ്ലീഷ് കേക്ക് ആക്കിയ ഒരു എന്താ പറയുക ബ്രെഡ് മോൾഡിൽ ഒരു ഇംഗ്ലീഷ് കേക്ക് ആക്കിയ ആ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമുക്ക് വീട്ടിൽ തന്നെ ആക്കാൻ പറ്റിയൊരു റെസിപ്പി തന്നെയാണ്, ഓവൻ ഇല്ലാത്തവർക്ക്. നമുക്കിതിൻ്റെ അടിഭാഗം ഞാൻ മറച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ബട്ടർ പേപ്പർ മാറ്റി എല്ലാ ഭാഗവും നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമുക്ക് നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഡേറ്റ്സ് കേക്ക് റെഡിയാണ് നമ്മളെ. നമുക്കിനി ഇതിനെടുത്ത് മലം മുറിച്ചിട്ട് ഒരു ചെറിയ സൈസാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. നല്ല മുറിച്ചിട്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിൽ ഓവൻ ഉണ്ടാവണമെന്നില്ല. അപ്പം വളരെ സിമ്പിളായിട്ട് വലിയ പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രവും ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഓവനില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം. അപ്പം നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഞാൻ സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ നമ്മളെ ലെമൺ ടീനൊപ്പം കഴിക്കാൻ വേണ്ടി വൈകുന്നേരം 4 മണിക്ക് ഇരുന്നിട്ട് ഒരു ലെമൺ ടീയും കേക്കും കുറച്ച് ഹണി ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനാണ് കുറച്ചും കൂടെ താല്പര്യമില്ലവർക്ക് കുറച്ച് ഹണി അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുത്ത് അത് വേറെ തന്നെ ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വൈകുന്നേരം 4 മണിക്കൊക്കെ നമുക്ക് ചായൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടിയിട്ട് ലെമൺ ടീൻ്റെ കൂടെ കുടിക്കാൻ വേണ്ടി പറ്റിയ അടിപൊളി ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ ഓവനില്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കേക്ക്. അപ്പോൾ വളരെ സിമ്പിളാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യണം. അടിപൊളി റെസിപ്പി, നല്ല ടേസ്റ്റ് വേണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാം.